മാറിക്കോ മാറിക്കോ കൂട് കാലത്തില്ലേ അത് റോഡിറങ്ങണം റോഡിറങ്ങിക്കാം കാട്ടുപോത്തില്ലേ ഞാൻ കണ്ട് അലൈമൺ പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടുപോത്ത് കൂട്ടം നാട്ടുകാരെ ഭീതിയിലാക്കുകയാണ്. നൂറുകണക്കിന് കുട്ടികൾ പഠിക്കുന്ന കരികൂൺ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം ഇന്ന് രാവിലെയോടെയാണ് ആദ്യം കാട്ടുപോത്തുകളെ കാണുന്നത്. നാട്ടുകാർ ബഹളം വയ്ക്കുകയും നായകൾ കുരയ്ക്കുകയും ചെയ്തതോടെ പുല്ലാഞ്ഞിയോട്, മൂർത്തിക്കാവ് തുടങ്ങിയ പ്രദേശങ്ങളിലൂടെ വീടുകൾക്ക് മുന്നിലൂടെ കാട്ടുപോത്തുകൾ കുറവന്തേരിയിലെത്തി. നാട്ടുകാരും വാർഡ് മെമ്പറും ഉൾപ്പെടെയുള്ളവരും അറിയിച്ചതിനെ തുടർന്ന് അഞ്ചലിൽ നിന്നും എത്തിയ RRT സംഘം കാട്ടുപോത്തുകളെ തുരത്തി സമീപത്തെ വനമേഖലയിലേക്ക് തൽക്കാലം മാറ്റിയിട്ടുണ്ട്. എന്നാൽ തുടർച്ചയായി കാട്ടുപോത്തുകൾ ചെറുതും വലുതുമായ കൂട്ടങ്ങളോടെ ജനവാസ മേഖലയിൽ എത്തുന്നത് ജനങ്ങൾക്കിടയിൽ വലിയ ആശങ്കയ്ക്ക് കാരണമാവുകയാണ്. കഴിഞ്ഞ ആഴ്ചയിലും കാട്ടുപോത്തുകൾ ജനവാസ മേഖലയിൽ എത്തിയിരുന്നു. ഏരൂർ, അലൈമൺ പഞ്ചായത്തുകളുടെ വനാതിർത്തിയിൽ നിന്നും എത്തുന്ന കാട്ടുപോത്തുകൾ പിന്നീട് ജനവാസ മേഖലയിലേക്ക് എത്തുകയും ഇവിടെ തമ്പടിക്കുകയുമാണ്. ഇപ്പോൾ രാവെന്നോ പകലെന്നോ ഇല്ലാതെ ജനവാസ മേഖലയിലൂടെയുള്ള ഇവയുടെ സഞ്ചാരം നാട്ടുകാരിൽ ഭീതിക്കിടയാക്കുന്നുണ്ട്. കുട്ടികളെ സ്കൂളിൽ അയക്കുന്നതിനോ ജോലിക്കോ പോകാൻ കഴിയാത്ത അവസ്ഥയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. കാട്ടുപോത്തുകളെ തിരികെ കാട്ടിലേക്ക് കയറ്റി ശാശ്വതമായ പരിഹാരം കണ്ടെത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ ആവശ്യം ജനപ്രതിനിധികളും ഇതിനോടകം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും തുടർച്ചയായി ഇങ്ങനെ ജനവാസ മേഖലയിലേക്ക് കാട്ടി വിഭാഗത്തിൽപ്പെട്ട ഈ കാട്ടുപോത്തുകൾ ഇറങ്ങുന്നത് വലിയ രീതിയിൽ ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട്. അതേസമയം തന്നെ ഇവ അക്രമകാരികളല്ലെന്നും നാട്ടുകാർ ഇതിനെ പ്രകോപിപ്പിക്കരുതെന്നുമാണ് വനംവകുപ്പ് അധികൃതർ പറയുന്നത്. ഇതിന്റെ പിന്നാലെ ഓടുകയും ഇത് വരുമ്പോൾ ഇതിനെ കാണാനായ ആളുകൾ കൂട്ടം കൂടി നിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു പക്ഷേ ഇത് കൂട്ടം തെറ്റി ഈ ആളുകൾക്കിടയിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നും അതിനാൽ തന്നെ ജാഗ്രത വേണമെന്നും RRT ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ കാട്ടുപോത്തുകൾ ഇറങ്ങിയാൽ വനംവകുപ്പിനെ അറിയിക്കുകയാണ് വേണ്ടത്. അല്ലാതെ സ്വയം ഇതിനെ തുരത്താൻ ശ്രമിക്കുകയോ ഒപ്പം തന്നെ ആളുകൾക്ക് ഇതിനെ കാണുന്നതിനെ കൂട്ടം കൂടി നിൽക്കാൻ പാടില്ലെന്നുമാണ് വനംവകുപ്പ് ഇപ്പോൾ പറയുന്നത്.